ശ്രീമതി പി ദിവ്യയ്ക്ക് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് കൊടുത്തു. ഇളവ് കൊടുത്തെന്ന് പറഞ്ഞാൽ അവർ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുമ്പിൽ ഹാജരാകണം എന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ കണ്ണൂർ വിട്ടു പോരെന്നും ഒക്കെ അങ്ങനെയുള്ള ചില വ്യവസ്ഥകൾ അതൊക്കെ മാറ്റിക്കൊടുക്കുന്നതെന്ന് പറയുന്നത് സ്വാഭാവികം ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇനി ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ചെല്ലണം എന്നുള്ളതായിട്ട് അത് മാറ്റിക്കൊടുത്തു. അതിനകത്തൊന്നും വലിയ പ്രത്യേകതയൊന്നും ഉള്ളൊരു കാര്യമല്ല. പക്ഷേ അതിനകത്ത് ശ്രീ ജയരാജൻ പറഞ്ഞേക്കുന്ന ജയരാജൻ പറഞ്ഞേക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ പറഞ്ഞേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബം പറയുന്നു, നവീൻ ബാബുവിൻ്റെ കുടുംബം പറയുന്നത് ഇത് കൊന്നു കെട്ടിത്തൂക്കിയാന്നല്ലേ. കൊന്നു കെട്ടിത്തൂക്കിയാന്ന് അവർ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ കെട്ടിത്തൂക്കി കൊന്നതാണെന്നും പറഞ്ഞു കാണും. അത് രണ്ടാണ്. ഒരാളെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയെന്ന് അവർ പറയണമെന്നില്ല. ചിലപ്പോൾ കെട്ടിത്തൂക്കി കൊന്നെന്ന് ചിലപ്പോൾ അവർ പറഞ്ഞു കാണും. ഞാനും വിശ്വസിക്കുന്ന അതാണ്. അപ്പോൾ എങ്ങനെ ആയിക്കോട്ടെ, ഏതായാലും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അത് ആരാണ്, ഇനി അത് ജയരാജനാണോ ആരാണോ എന്ന് പറഞ്ഞാൽ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ പറഞ്ഞു, അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അത് കേട്ടിട്ടായിരിക്കും അത്രത്തോളം നിയമ പരിജ്ഞാനം അദ്ദേഹത്തിന് കിട്ടിയത്. അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ശ്രീമതി പി ദിവ്യയുടെ പേരിലുള്ളത്. അപ്പോൾ പി ദിവ്യ ആത്മഹത്യാ പ്രേരണ കുറ്റം നടത്തി എന്നുള്ള ഒരു ആരോപണത്തിലാണ് ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നത്, കസ്റ്റഡി കിടക്കേണ്ടതായിട്ട് വന്നത്, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ. അങ്ങനെ ഉള്ളപ്പോൾ അത് കൊലപാതകമാണ്, ആത്മഹത്യ അല്ല എന്ന് കണ്ടാൽ പിന്നെ ആത്മഹത്യ പ്രേരണ നിൽക്കത്തില്ല. അത് തന്നെ ജയരാജനും എടുത്ത് പറഞ്ഞു കേട്ടോ. അത് നല്ലതായിട്ട് എടുത്ത് പറഞ്ഞു, ഇതാണ് കാര്യം. പിന്നെ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പി ദിവ്യ കുറ്റം ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്. തലേന്ന് ആത്മഹത്യ പ്രേരണ കുറ്റം ഉണ്ടായി, അത് ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അത് ആത്മഹത്യ ചെയ്തതല്ല, അത് യഥാർത്ഥത്തിൽ ഒരു കോൾഡ് ബ്ലഡഡ് മർഡർ ആവാനാണ് സർവ്വസാധ്യതയും. ഒരുപാട് ദുരൂഹതകളുണ്ട്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ആത്മഹത്യ പ്രേരണയല്ല, പിന്നെ കൊലപാതകമായിരിക്കും ചിലപ്പം വരാൻ പോകുന്നത്. അത് കുറച്ചുകൂടി വലുതാണ്. അതൊന്നും ഇതൊക്കെ വിളിച്ചു പറയുന്നതിന് മുമ്പ് അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. പക്ഷേ അത് വെളിയിൽ വരണമെങ്കിൽ ശ്രീ പിണറായി വിജയൻ്റെ പോലീസുകാർ അന്വേഷിച്ചാൽ ഒരിക്കലും വെളി വരത്തില്ല. കാരണം ഇവരെ ഈ പി ദിവ്യ കണ്ണൂരിൻ്റെ മുഖ്യമന്ത്രി എന്നറിയപ്പെട്ടിരുന്ന ആളാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്കെതിരെ നമ്മുടെ കേരള പോലീസ് അന്വേഷിക്കും? ഇല്ല, വളരെ ബുദ്ധിമുട്ടാണ്. ഏതായാലും അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നും അന്വേഷിക്കത്തില്ല. ഇതിനകത്തുള്ള ദുരൂഹതകൾ അന്വേഷിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും കേരള പോലീസിനൊക്കത്തില്ല. സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇത് അന്വേഷിക്കണം. എങ്കിൽ മാത്രമേ ഇതിൽ നീതി നടപ്പാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലെ ജയരാജന്മാരും അവരും അതുപോലെ ദിവ്യയും ഒക്കെ പറയുന്ന കാര്യങ്ങളാണ് വേദവാക്യമായിട്ട് മാറുന്നത്. അത് കേരള പോലീസ് അതെടുത്തുകൊണ്ട് മാത്രം അന്വേഷണം നടത്തും. അങ്ങനെ ആകരുത് ഇത് എന്നൊരർത്ഥം.